കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദിൽ വെച്ച്, ഡൽഹിയിൽ ജന്തർ മന്ദിൽ വെച്ച് നമ്മളൊരു വലിയ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ഒരു സമ്മേളനം, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്ന് പറയുന്ന ക്യാമ്പയിന്റെ പിന്തുണയുമായി നമ്മൾ പരിപാടി നടത്തി. ഒരുപക്ഷെ ദേശീയ ആസ്ഥാനത്ത് QMC ഖായിദെ മില്ലത്ത് സെന്റർ ഉണ്ടായതിനു ശേഷം ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിന് വലിയൊരു ഉണർവുണ്ടായിട്ടുണ്ട്. ആ QMCയുടെ പരിപാടിക്ക് വന്ന ആളുകൾക്ക് അറിയാം, അന്ന് ഡൽഹിയിൽ വന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആ പരിപാടി ലൈവിലെങ്കിലും വീക്ഷിച്ച ആളുകൾക്കറിയാം, അന്ന് അവിടെ പങ്കെടുത്ത 85% ആളുകൾ, 80% ആളുകൾ ഡൽഹി ബെൽറ്റിൽ നിന്നുള്ള ഈ പറഞ്ഞ ഉത്തരേന്ത്യൻ ബെൽറ്റിൽ നിന്നുള്ള ആൾക്കാർ, ഹിന്ദിക്കാർ. നമുക്കെന്നെ ഭയങ്കര കൗതുകം തോന്നുന്നു. കുറെ താത്താര് കുട്ടികളെ കയറ്റിയിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എവിടുന്നാ വരുന്നത്? നമ്മൾ ബീഹാർ എന്നാ വരുന്നത്, ഞങ്ങൾ പഞ്ചാബ് എന്നാ വരുന്നത്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നാ. നമ്മുടെ പ്രവർത്തകര്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകര് ഈ ബീഹാറിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന് വണ്ടി പിടിച്ച്, അമൃത്സറിൽ നിന്ന് ഇവര് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഡൽഹിയിൽ നമ്മുടെ ഒരു ആസ്ഥാന മന്ദിരം ഉയരുന്നത് കാണാൻ. നമ്മുടെ പൊട്ടൻഷ്യലിനെ നമ്മളെ വില കുറച്ച് കണ്ടിട്ടുള്ളൂ, പക്ഷെ നമ്മുടെ ആളുകളുണ്ട്. ഇപ്പൊ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി രാജ്യമെമ്പാടും അതിന്റെ സംഘടനാ സംവിധാനം ഏറ്റവും കൃത്യമായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ UP ഡൽഹിയിലൊക്കെ നമ്മുടെ പുതിയ സ്റ്റേറ്റ് കമ്മിറ്റികൾ നിലവിൽ വന്നു. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലുള്ള കമ്മിറ്റികൾ നമ്മൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനങ്ങളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ കാണാം, നമ്മൾ വിചാരിച്ചതിലും അധികം ആളുകൾ നമ്മളുടെ വരവിനെ കാത്ത് പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഹിന്ദി പറയുന്ന മനുഷ്യന്മാര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതാപത്തെ കുറിച്ച് വാചാലരാവുന്നുണ്ട്. നമ്മൾ എത്തിച്ചേരേണ്ട ആവശ്യമുള്ളൂ, എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഘടന എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്താണ് ഇക്കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസക്തി എന്ന ചോദ്യത്തിന് പണ്ടൊരിക്കൽ MI തങ്ങൾ പറഞ്ഞ മറുപടി, ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു ഭരണ സംവിധാനത്തിന്റെ പേരാണ് ജനാധിപത്യം. ലോകത്തെ ഏറ്റവും മനോഹരമായ ഭരണ സംവിധാനം, ജനങ്ങൾക്ക് ആധിപത്യമുള്ളത് ഒരാശയം. അതൊരു കണ്ടുപരിചയിച്ച രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ജനങ്ങളുടെ കീഴിലാവുന്ന ഒരു ഭരണത്തെ കുറിച്ചുള്ള ഒരു ആശയം. ജനങ്ങൾ അവരുടെ ഇഷ്ടം നിയന്ത്രിക്കപ്പെടുന്ന, അതിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഭരണ സംവിധാനം. അത്രയും മനോഹരമായ ഭരണ സംവിധാനത്തിനും പക്ഷേ ഒരു പഴുതുണ്ട്. ആ പഴുത് ഭൂരിപക്ഷം അധികാരത്തിലേറിയാൽ അവരുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കപ്പെടുമെന്ന ഭയമാണ്. പണ്ട് സൂചിപ്പിച്ച അംബേദ്കർ പോലും പറഞ്ഞ കണക്ക് ഏറ്റവും മനോഹരമായ ഭരണഘടന നമ്മുടെ രാജ്യത്തിനുണ്ട്, പക്ഷെ അത് മോശപ്പെട്ട ഭരണ നേതൃത്വത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അതിനെക്കൊണ്ടൊരു കാര്യമില്ല. ഈ രാജ്യത്ത് അല്ലെങ്കിൽ ജനാധിപത്യ നിലവിലുള്ള എല്ലായിടത്തും ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർ അധികാരത്തിൽ വരികയും അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാവുകയും ചെയ്യും. എന്താണ് ഒരു പരിഹാരം? അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നടന്നിട്ടുണ്ട്. ശ്രീലങ്കയിൽ, ബംഗാളില്, കഴിഞ്ഞ ദിവസം നേപ്പാളില്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിക്കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ട്രെൻഡ് ഇതാണ്. ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പാകിസ്ഥാനിലാണ് അസ്വസ്ഥരായ ജനങ്ങള് ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യുന്നത് ഒരു വിപ്ലവത്തിന്റെ ഭാഷയിലാണ്. ഏറ്റവും ഒടുവിൽ നേപ്പാളിൽ മനുഷ്യരിറങ്ങിയത്, മനുഷ്യരെന്ന് പറഞ്ഞ പോലെ ജെൻസി റവല്യൂഷൻ എന്നാ പറയുന്നത് മാധ്യമങ്ങളൊക്കെ. ജെൻസി 28 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ആക്രമണോത്സുകതയുമായി പുറത്തേക്ക് ഇറങ്ങിയത്. 2 ദിവസമാണ് അവർ കലാപം നടത്തിയത്. 1-ാം ദിവസം തന്നെ അവരുടെ ഏറ്റവും വലിയ ആവശ്യം സോഷ്യൽ മീഡിയയുടെ ബാൻ ആയിരുന്നു. അവർ പുറത്തെത്തിക്കുന്ന 1-ാം ഘടകം എന്നാണ് വാർത്തകളൊക്കെ കണ്ടത്. ആ സോഷ്യൽ മീഡിയയുടെ ബാനിനെതിരെ അവർ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവരുടെ വലിയ പ്ലക്കാർഡുകൾ ഉണ്ടായിരുന്നു. അത് രാജ്യത്തെ സ്വജനപക്ഷപാതത്തിനെതിരായിരുന്നു, അത് രാജ്യത്തെ അഴിമതിക്കെതിരായിരുന്നു, അത് രാജ്യത്തെ വികസന മുരടിപ്പിനെതിരായിരുന്നു. ആ പ്ലക്കാർഡുകൾ വെച്ച് ആരും കണ്ടില്ല. കുട്ടികളല്ലേ, സോഷ്യൽ മീഡിയ ബാൻ ചെയ്തുകൊണ്ടാണെന്ന് കരുതി. ഈ ഭയത്തിൽ സർക്കാർ 1-ാം ദിവസം തന്നെ സോഷ്യൽ മീഡിയ വീണ്ടും പുനഃസ്ഥാപിച്ചു. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും തുറന്നു കൊടുത്തു. പക്ഷേ കലാപം ഒടുങ്ങിയില്ല, ആ വിപ്ലവം ഒടുങ്ങിയില്ല. അവർ വീണ്ടും അത് തുടർന്നുകൊണ്ടിരുന്നു. ഈ 2 ദിവസത്തെ വിപ്ലവത്തിനൊടുവിൽ അവിടുത്തെ സർക്കാർ മുഴുവൻ മറിഞ്ഞു. പ്രധാനമന്ത്രി അടക്കം രാജിവെച്ച് ഓടി. അവിടെയുള്ള മന്ത്രിമാര് മുഴുവൻ നാട് വിട്ടു, കുടുംബത്തെ വരെ നാട് വിട്ടു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടൊരു വാർത്ത, ഒരു വനിത
മുൻപത്തെ ചീഫ് ജസ്റ്റിസോ മറ്റോ ആയിരുന്ന ഒരു വനിത അവിടുത്തെ പ്രധാനമന്ത്രിയായി ഇപ്പൊ ചുമതലയേറ്റു എന്നുള്ളത്. പക്ഷെ ഈ 2 ദിവസത്തെ കലാപം ഒടുങ്ങിയപ്പോൾ, കലാപം നമ്മൾ എപ്പോഴും പേടിയോടുകൂടി കാണുന്ന ഒരു കാര്യമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിനെതിരെ ആൾക്കൂട്ടം സംഘടിക്കുന്നതും അതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നതും സ്വാഭാവികമാണെങ്കിൽ കൂടി അതൊരു കലാപത്തിന്റെ സ്വഭാവത്തിലേക്ക് വന്നാൽ, അതൊരു വിപ്ലവത്തിന്റെ റവല്യൂഷൻ അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അരാജകത്വത്തിലാണ് അവസാനിക്കുക. എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു കഴിഞ്ഞിട്ട് ആലോചിക്കുക പഠിച്ച ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നുള്ളത്. അങ്ങനെ ഒരു അരാജകത്വത്തിന്റെ സ്റ്റേറ്റിലേക്ക് വരുമായിരുന്നു. പക്ഷെ നേപ്പാളിൽ നിന്ന് മുഴുവനായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ നേപ്പാളിൽ നിന്ന് കുറെ നല്ല ഉദാഹരണങ്ങൾ കാണുന്നു. ജെൻസി നടത്തിയ റവല്യൂഷന്റെ ഒരു രസമായിരിക്കും അതെന്ന് തോന്നുന്നു. ആ കുട്ടികൾ അടിച്ചു പൊളിച്ച സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അടിച്ചു വാരുക. This wasn't our intention. ഇത് ഞങ്ങളുടെ ഉദ്ദേശമല്ലായിരുന്നു, ഇതിനിടയിൽ സംഭവിച്ചു പോയതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവര് നാശമാക്കിയതൊക്കെ പറ്റാവുന്ന രൂപത്തിൽ അവർ പുനഃസ്ഥാപിക്കുന്നുണ്ട്. കത്തിപ്പോയ പാർലമെന്റ് മണ്ഡലം മുഴുവനായിട്ട് പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്നൊന്നും പറഞ്ഞില്ല. കത്തിപ്പോയ വലിയ കെട്ടിടങ്ങൾ മുഴുവനായിട്ട് ഉണ്ടാക്കി തീർക്കാമെന്നും പറഞ്ഞില്ല. പക്ഷേ ഏറ്റവും ചെറിയ സ്ഥലത്ത് മുതൽ ക്ലീനാക്കി അവർ കൊണ്ടുവരുന്നുണ്ട്. നേപ്പാളിൽ എന്തോ സംഭവിക്കുന്നു. ജനാധിപത്യമുള്ള എല്ലായിടത്തും ഇത് സംഭവിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഒരു രാജ്യത്തെ ജനാധിപത്യം വിജയകരമാണോ എന്ന് എങ്ങനെയാ പരിശോധിക്കാന്നറിയോ? അവിടുത്തെ ന്യൂനപക്ഷത്തോട് ചോദിച്ചാൽ മതി എന്നാ പറയാം. ഇന്ത്യയിലെ ജനാധിപത്യം വിജയകരമാണോ എന്നുള്ളത് എന്നോടും നിങ്ങളോടും ബാബുവേട്ടനോട് ചോദിക്കണം. അല്ലാതെ അത് നരേന്ദ്രമോദിനോടോ അമിത്ഷായോടോ മുകേഷ് അംബാനിയോടോ ചോദിച്ചിട്ട് കാര്യമില്ല. അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട് ചോദിക്കണം. അവർ സംതൃപ്തരാണെങ്കിൽ ആ ജനാധിപത്യം വിജയകരമാണ്. അവർ സംതൃപ്തരല്ല എങ്കിൽ ആ ജനാധിപത്യം പരാജയമാണ്. പരാജയപ്പെട്ട ജനാധിപത്യത്തിലുള്ളിടത്തൊക്കെ അട്ടിമറികൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മളൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നല്ല. അങ്ങനെ അട്ടിമറികളില്ലാതെ, രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു ജനാധിപത്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. അതേതാണെന്നല്ലേ? അതാണ് നിങ്ങളുടെ രാഷ്ട്രീയം, അതാണ് എൻ്റെ രാഷ്ട്രീയം, അതാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം. അഥവാ ജനാധിപത്യം എന്ന് പറയുന്ന വലിയൊരു കപ്പൽ നമ്മളിങ്ങനെ പോവാം, അതിനൊരു ഓട്ടം വീണു. ആ ഓട്ടം വീണ് അത് അടക്കാനുള്ള ഉപാധി ജനാധിപത്യത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയമാണ്. ന്യൂനപക്ഷങ്ങൾ സംഘം ചേരണം, ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അങ്ങനെ ഒരുമിച്ച് നിന്ന് അവർ പറയുന്ന രാഷ്ട്രീയം, അവർ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം, അവരുടെ അസ്തിത്വ ബോധം ശക്തിപ്പെടണം. ആ ശക്തിപ്പെടലിന്റെ ഡിമാൻഡിങ് പവറിന് ഭയങ്കര ഒച്ച ഉണ്ടാവണം. ആ ഒച്ചയിലൂടെ ജനാധിപത്യം പരിഹരിക്കപ്പെടണം എന്നതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇതൊരു തിയറിയാണ്, പക്ഷെ ആ തിയറിയാണ് ഇതിന്റെ ബേസ്. നമ്മുടെ നിലനിൽക്കുന്നത് ആ രാഷ്ട്രീയത്തിലാണ്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്, തെരഞ്ഞെടുപ്പിന് വേണ്ടി നിൽക്കുന്നത്, അതിനപ്പുറത്തേക്ക് വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതൊക്കെ ഈ സമൂഹത്തിന്റെ, സമുദായത്തിന്റെ ഉന്നതിക്കാണ് എന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തിൽ ജനാധിപത്യത്തെ കാക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ. ഒരു പക്ഷേ ഇന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും, ഇന്ത്യൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ നാഷണൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഖായിദെ മില്ലത്ത് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയുടെ പ്രതാപഗഡ് നഗരത്തിൽ ഒരു ആസ്ഥാന മന്ദിരം ഉയർന്നു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെമ്പാടും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അലയൊലികൾ ഉണ്ടാവാൻ പോവുകയാണ്. ആ അലയൊലികൾക്ക് നേതൃത്വം നൽകാൻ ഏറ്റവും മനോഹരമായൊരു നേതൃത്വം നമ്മുടെ മുന്നിലുണ്ട്. അതിന് ശക്തി പകരാൻ നമ്മളുണ്ട്. അടിത്തട്ടിൽ നമ്മൾ തുടങ്ങുകയാണ്. അത് ഏറ്റവും അടിത്തട്ടിൽ നമ്മുടെ സാധാരണ വിജയങ്ങളിൽ നിന്നാണ്. ആ സാധാരണ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള അസാധാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഊർജത്തോടു കൂടി പങ്കാളികളാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ഏറ്റവും മനോഹരമായൊരു വിജയത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട്, നിങ്ങൾ കൂടി പങ്കാളികളാവുന്ന, നിങ്ങൾ കൂടി അഭിപ്രായം പറയുകയും നയിക്കുകയും ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും മികച്ച വിജയം, അത് ത്രിതല പഞ്ചായത്തിൽ മാത്രമല്ല, അടുത്ത UDFന്റെ തിരിച്ചുവരവിന്റെ, മാറ്റത്തിന്റെ ഈ പറഞ്ഞ കാഹളം മുഴങ്ങലാണ് എന്ന് കേരളത്തോട് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വിജയവുമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ഒരുക്കണം. അതിനുവേണ്ടി പ്രയത്നിക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് സമ്മതിക്കുന്നു.